ഹായ് ഫ്രണ്ട്സ്, ജയസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, പില്ലോ കവർ തയ്ക്കുന്നതായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് 2 മീറ്റർ ക്ലോത്തിലാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ 3 മീറ്റർ തുണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. ഈ പില്ലോ കവർ പറയുമ്പോൾ പില്ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരി പോലും പുറത്ത് കാണില്ല കേട്ടോ. ആ രീതിക്കുള്ള കവറാണ് കേട്ടോ തയ്ച്ചത്. നമുക്ക് ഈ മുകൾ ഭാഗം വന്നിട്ട് ഓപ്പൺ ആയിരിക്കില്ലേ, അത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇത്രയ്ക്കും വീതിക്ക് വെക്കാറില്ല, ചെറുതായിട്ട് വെക്കാറുള്ളൂ. ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് ആ വീതിക്ക്. ഇത് ഞാനിപ്പം 7 ഇഞ്ച് 8 ഇഞ്ചിൻ്റെ വീതിക്ക് ഉണ്ടാവും കേട്ടോ. അതുപോലത്തെയാണ് തയ്ക്കണത്. അപ്പോൾ ഈ മഞ്ഞ കളർ തുണി പറയുന്നത് 3 മീറ്റർ എടുത്തിരിക്കണത്. ഒരു ഷർട്ടിനുള്ളത് കട്ട് ചെയ്ത ശേഷം ബാക്കി പില്ലോ കവർ തയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷർട്ടിനുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ഭാഗമായിട്ട് ഒരു തുണി മടക്കില്ലേ, അപ്പോൾ മടക്കിയിട്ട് ഓപ്പൺ ഭാഗം വരുന്ന വിധത്തിലാണ് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റണത് കേട്ടോ. അത് ഫ്രണ്ട് പോർഷനായിട്ടാണ് എടുക്കുന്നത്. ബാക്കിന് വന്നിട്ട് നമ്മൾ ക്ലോസ് ആയ ഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സ്ലീവ് കോളറിനുള്ളത് നമുക്ക് ആവശ്യമുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ബാലൻസ് ഉള്ള ക്ലോത്തിലാണ് 4 പില്ലോ കവർ തയ്ച്ചു കേട്ടോ. ഞാൻ 4 കിട്ടുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ 4 കിട്ടി. സാധാരണ ഒരു ഷർട്ടിന് 1.25 മീറ്റർ വേണമല്ലോ. 42 ശേഷം 42 സൈസുള്ളവർക്ക് 1.25 മീറ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 42 സൈസാണ് കേട്ടോ തയ്ക്കാൻ നോക്കിയത്. പക്ഷേ ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം ബാലൻസ് 4 പില്ലോയ്ക്ക് തയ്ഞ്ഞു കേട്ടോ. അത് ഇതുപോലത്തെ പില്ലോ ആണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. പില്ലോ അല്ല കേട്ടോ, പില്ലോ കവറ്. അപ്പോൾ 4 തയ്ച്ച് മാറ്റി പില്ലോ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി പോലും കാണുന്നില്ല, കണ്ടോ? ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ ബാലൻസ് അല്ല, നമ്മൾ ഷർട്ട് കട്ട് ചെയ്തില്ലേ, അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഷർട്ട് തയ്ക്കണത്. ആദ്യം ഒരു 4-5 വർഷം മുന്നേ തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഷർട്ട് വീണ്ടും തയ്ച്ച് തന്നിട്ടത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. കോളർ ഭാഗത്ത് ചെറിയൊരു പിടുത്തം, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സെയിം പോലെ തന്നെ ഞാൻ തയ്ച്ചിരിക്കുന്നത്. പോക്കറ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടൺസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.